ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു വീറ്റ് പൊറോട്ടയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഒരു വീറ്റ് പൊറോട്ടയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടമാകും, നല്ല ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഗോതമ്പ് പൊടിയാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ സാധാരണ റേഷൻ കടകളിൽ കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുത്ത് നമ്മളുടെ ഗോതമ്പ് പൊടി അളന്ന് ഒഴിച്ചു വയ്ക്കാം. ഞാനിപ്പോൾ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ 3 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം 10 വീറ്റ് പൊറോട്ടകളോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു സ്പൂണ് വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട ചേർക്കുക എന്നുള്ളത് ഒരു ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ വീറ്റ് പൊറോട്ട അല്പം കൂടി സോഫ്റ്റായി കിട്ടുന്നതാണ് നമുക്ക്. അപ്പോൾ മുട്ട ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. മുട്ട ചേർത്ത് അത്യാവശ്യം ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഗോതമ്പ് പൊടിയുടെ ടെക്സ്ചർ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ വെള്ളം അല്പമായി ചേർത്ത് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നമുക്ക് വീറ്റ് പൊറോട്ടയ്ക്ക് കുഴക്കുമ്പോൾ ചപ്പാത്തിയുടെ ആ ഒരു പരുവം കഴിഞ്ഞ് അല്പം കൂടി വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ചപ്പാത്തിയുടെ അത്ര ടൈറ്റായിട്ടല്ല നമുക്ക് വീറ്റ് പൊറോട്ടയ്ക്ക് വേണ്ടി കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ പൊറോട്ട വീശി അടിക്കാതെ ഒക്കെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുന്നതിലാണ് നമ്മുടെ പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അല്പം കൂടെ വെള്ളം ചേർത്ത് കുഴച്ച് വയ്ക്കാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നമ്മൾ കൈവച്ച് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം നമ്മുടെ മാവ്. ഇനി നമുക്ക് നമ്മുടെ മാവ് കണ്ടോ, നമ്മുടെ മാവിപ്പം അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൻ്റെ മുകളിലായിട്ട് അല്പം എണ്ണ തൂവിക്കൊടുക്കാം. നമ്മളുടെ മാവ് ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ മാവിൻ്റെ മുകളിലായിട്ട് എണ്ണ തൂവിക്കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവ് കുഴച്ചെടുക്കുന്ന സമയത്തും എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മാവിന് മുകളിലായിട്ട് എണ്ണ ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മാവ് മൊത്തത്തിൽ എണ്ണയാകുന്ന രീതിയിൽ ഒന്ന് കുഴച്ച് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. മാവിപ്പം അത്യാവശ്യം കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഒരു നനഞ്ഞ തുണി നമ്മൾ ഈ മാവിന് മുകളിലേക്ക് വച്ച് നമുക്ക് നമ്മുടെ പാത്രം അടച്ച് മാറ്റി വയ്ക്കാം. ഏകദേശം അരമണിക്കൂർ നേരം മുതൽ നമുക്കൊരു 2-3 മണിക്കൂർ വരെ നമ്മുടെ ഈ മാവ് മാറ്റി വയ്ക്കാവുന്നതാണ്. നമ്മൾ കൂടുതൽ സമയം മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ മാവ് നല്ലവണ്ണം സോഫ്റ്റായി കിട്ടും. നമുക്ക് ഓരോരുത്തരുടെ ടൈം പോലെ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 1 മണിക്കൂർ നേരം നമ്മുടെ മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ വച്ചിരിക്കുന്ന നനഞ്ഞ തുണി നമുക്ക് മെല്ലെ എടുത്ത് മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇത് നന്നായിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മളുടെ മാവ് കണ്ടോ, നല്ല സോഫ്റ്റായി നല്ല രീതിയിൽ വലിഞ്ഞു കിട്ടുന്നത് കണ്ടോ. ഇനി നമുക്കിതൊന്നുകൂടെ
കുഴച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് ഈ മാവ് വച്ച് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. കൈവച്ച് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കുവാനായിട്ട്. നന്നായി കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഈ മാവിൽ നിന്ന് ഉരുളകളായി മാറ്റി വയ്ക്കാവുന്നതാണ്. ഏകദേശം ഒരു വലിയ ചപ്പാത്തി ഉരുളയുടെ വലുപ്പത്തിൽ വേണം നമ്മൾ ഉരുളകൾ മാറ്റി വയ്ക്കാനായിട്ട്. ഞാനത് 10 ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ നനഞ്ഞ തുണിയെടുത്ത് ഈ ഉരുളകൾക്ക് മുകളിലായിട്ട് വിരിച്ചു കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ തന്നെ മാറ്റി വയ്ക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പറ്റിയാൽ അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ വീറ്റ് പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അല്പം മൈദപ്പൊടി ആവശ്യമായിട്ടുണ്ട്. പിന്നെ വേണ്ടത് അല്പം എണ്ണയാണ്. അത് നിങ്ങൾക്ക് ഏത് എണ്ണയും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലൊരു ബ്രഷ് വെച്ച് നമുക്ക് എണ്ണ നന്നായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം അതിനായിട്ട് നമ്മളുടെ ആദ്യം ഉരുട്ടി വച്ചിരിക്കുന്ന ഉരുള എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് നന്നായി ഉരുട്ടി നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന അതേ രീതിയിൽ പരത്തിയെടുക്കാം. അതുപോലെ അല്പം മൈദപ്പൊടി തൂവിക്കൊടുത്ത ശേഷം നമ്മൾ എങ്ങനെയാണോ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് നേർത്തൊന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അല്പം തിക്നെസ്സിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. നമുക്കത് അവസാനം നേർത്ത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് ഒത്തിരി പ്രയാസപ്പെട്ട് നേർപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് നമുക്കിതൊന്ന് പരത്തി എടുത്തു വയ്ക്കാം. നമുക്ക് ഇത് ആവശ്യത്തിന് പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വേറൊരു ഭാഗത്ത് അല്പം മൈദപ്പൊടി തൂവിക്കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ഈ പരത്തി വെച്ചിരിക്കുന്ന മാവ് എടുത്ത് അതിന് മുകളിലേക്ക് വച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് വച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എണ്ണ നന്നായിട്ട് തടവി കൊടുക്കണം. മുഴുവൻ നമ്മുടെ മാവിൻ്റെ മുകളിലേക്കും ആകുന്ന രീതിയിൽ വേണം നമ്മൾ എണ്ണ തടവി കൊടുക്കാൻ. ഒരു സ്ഥലവും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അവസാനം അത് നമ്മൾ വീറ്റ് പൊറോട്ടയ്ക്ക് വേണ്ടി മാവ് വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്കത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. ഇത്രയും വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീറ്റ് പൊറോട്ട നിങ്ങൾക്ക് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഉരുള എടുത്ത് ചെയ്ത ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും ആവർത്തിക്കാം. നേരത്തെ എണ്ണ തൂവി വച്ചിരിക്കുന്ന മാവിന് മുകളിലായിട്ട് അല്പം മൈദപ്പൊടി വിതറി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ അടുത്ത പരത്തി വെച്ചിരിക്കുന്ന മാവ് അതിന് മുകളിലേക്ക് വച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർമ്മിച്ച് ചെയ്യേണ്ടതാണ്. നമ്മുടെ മാവ് വീണ്ടും ഇതിന് മുകളിലേക്ക് വച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും എണ്ണ തേച്ച് കൊടുത്ത് നമുക്ക് ഇതേ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നമ്മുടെ 10 ഉരുളകളും പരത്തി കഴിയുന്നിടം വരെ. നമ്മൾ 10 ഉരുളകളും ഇതുപോലെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നനഞ്ഞ തുണി വച്ച് കൊടുത്തിട്ടുണ്ട്.
പറ്റിയാൽ ഇതും ഒരു അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എക്സസായി വന്ന എണ്ണയൊക്കെ തുണിയിൽ പിടിച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രമേ നമ്മുടെ മാവിലേക്ക് എണ്ണയുള്ളൂ. ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടെ ഏറ്റവും മുകളിൽ വച്ചിരിക്കുന്ന മാവിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കൈകൊണ്ട് മെല്ലെ വലിച്ചെടുക്കുക. 2 കൈയും ഉപയോഗിച്ച് വലിച്ചെടുക്കുക. വലിച്ചെടുത്ത ഭാഗത്തെ പറ്റി ചിന്തിക്കേണ്ട. എണ്ണ തൂത്തതുകൊണ്ട് അതൊന്നും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ മെല്ലെ മുഴുവനായിട്ട് പറ്റാവുന്നത്ര വലിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു കൈ കൊണ്ട് മാവ് മുകളിലേക്ക് പിടിച്ച ശേഷം ശേഷിക്കുന്ന ഭാഗം നമുക്ക് റൗണ്ടാക്കി ഇതുപോലെ വച്ചു കൊടുക്കാം. ഇങ്ങനെ റൗണ്ടാക്കി കൊടുത്ത് നമുക്ക് നമ്മുടെ മാവിനെ ഒരു പൊറോട്ടയുടെ ഷേപ്പിലേക്ക് പരത്തിയെടുക്കാം. അല്പം എണ്ണ തൂത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് ഒന്നുകിൽ കൈ വെച്ചോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോല് വെച്ചോ നമുക്ക് പരത്തി എടുക്കാവുന്നതാണ്. ഒത്തിരി തിന്നായിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കനത്തിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. എന്നാലേ നമുക്ക് നമ്മുടെ വീറ്റ് പൊറോട്ട നല്ല ലെയറായിട്ട് കിട്ടുകയുള്ളൂ. ഒപ്പം തന്നെ സോഫ്റ്റായിട്ടും. നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം നമ്മുടെ മാവ് ദോശക്കല്ലിലേക്ക് വെച്ച് ചുട്ടെടുക്കാവുന്നതാണ്. നന്നായി ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ പൊറോട്ടകൾ ചുട്ടെടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമുക്ക് വെന്ത് കിട്ടുകയില്ല. ഒരു ഭാഗം നന്നായിട്ട് വെന്ത ശേഷം നമുക്കിത് മറിച്ച് കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഇതിന് മുകളിൽ അല്പം എണ്ണ തേച്ച് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ തിരിച്ചു മറിച്ച് നമുക്കിത് നന്നായി വേവിച്ച ശേഷം നമുക്കിതൊരു ഹോട്ട് പോട്ടിലേക്കാണ് മാറ്റി വയ്ക്കേണ്ടത്. ഇതുപോലെ ഒരു ഹോട്ട് പോട്ടിലേക്ക് നമ്മളിത് മാറ്റി അടച്ച് വയ്ക്കാം. നമ്മുടെ 10 വീറ്റ് പൊറോട്ടയും നമുക്ക് ഇതുപോലെ ചെയ്ത് ഒരു ഹോട്ട് പോട്ടിലേക്ക് അടച്ച് വയ്ക്കാം. നമ്മുടെ മുഴുവൻ പൊറോട്ടയും ആയിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എല്ലാം പുറത്തെടുത്ത ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലോ മറ്റോ വെച്ച് നമ്മുടെ 10 എണ്ണവും ഇതുപോലെ ചേർത്ത് വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കാം. നമ്മുടെ വീറ്റ് പൊറോട്ടയ്ക്ക് ലെയർ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 10 എണ്ണവും വെച്ച് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ പകുതി പകുതിയായി ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ അടിച്ചെടുക്കാം നന്നായിട്ട്. നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ലെയറൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് പൊറോട്ടയായിട്ടുണ്ട്. ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. നമുക്കിത് ചൂടോടെ തന്നെ നമ്മുടെ ഹോട്ട് പോട്ടിലേക്ക് തന്നെ മാറ്റി വയ്ക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ പൊറോട്ട ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും.
പൊറോട്ട കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാ മലയാളികളും ഇതൊന്ന് ട്രൈ ചെയ്ത് എന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കേണ്ടതാണ്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.